നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിലെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അത്തരം വാർത്തകളൊന്നും കേൾക്കുന്നില്ല. വല്ലതും ഉണ്ടോ പുതുതായിട്ട്? അല്ല, പാകിസ്ഥാൻ്റെ വിശേഷം എന്തും പറഞ്ഞ് നമ്മുടെ കാതുകളും നാവും ചീത്തയാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഇന്നൊരു കാര്യം പറയാം. ഇന്നൊന്നല്ല, രണ്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ബുൾഡോസർ രാജിനെക്കുറിച്ച് വലിയ പരാതി ഉണ്ടല്ലോ. അതെ, ബുൾഡോസർ കേസുകളിൽ പ്രതിയാവുന്ന ആളുകളുടെ വീടുകളൊക്കെ ബുൾഡോസർ വെച്ച് നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതിയിൽ ഇവർ മറ്റേ ജമിയത്ത് ഉലമ ഹിന്ദ് അടക്കമുള്ള ആളുകൾ കേസ് കൊടുത്തു. ജസ്റ്റിസുമാരായ ഗവായിയും വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ച് ആ കേസ് കേട്ടിട്ട് ഒക്ടോബർ 31 വരെ, അടുത്ത മാസം 1-ാം തീയതി വരെ, 31 1-ാം തീയതി വരെ ഈ പൊളിക്കൽ നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ അതിന് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ പറയുന്നത് ഒരാൾ കേസിൽ പ്രതിയായി കുറ്റം ചെയ്താൽ അവനെ ശിക്ഷിക്കണം, അല്ലാതെ അവൻ്റെ നിരപരാധിയായ വീട്ടുകാരെ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് ഈ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ള വാദം. ശരിയാണ്, സർക്കാർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ സ്ഥലത്ത് വീടൊക്കെ ഉണ്ടാക്കി കയ്യേറ്റം നടത്തി വീടുണ്ടാക്കുകയോ നിയമവിരുദ്ധമായി നിർമ്മിക്കുകയോ ചെയ്താൽ അത് നോട്ടീസ് കൊടുത്ത് പൊളിപ്പിക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊളിപ്പിച്ചോ കുഴപ്പമില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം കോടതി അതിനകത്ത് ഇപ്പം നമ്മുടെ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളൊക്കെ ആക്ഷേപിക്കുന്നത് കോടതി വിലക്കി യോഗിക്ക് ഭയങ്കര തിരിച്ചടിയെന്നാണ്. യോഗി പറയുന്നത് അങ്ങനെയല്ല. യോഗി സർക്കാർ പറഞ്ഞ് ഞങ്ങൾ നിയമാനുസൃതം അനധികൃതവും നിയമവിരുദ്ധവുമായ കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. അത് പൊതുമുതൽ കയ്യേറി ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ. അതെ, അത് ഇനിയും പൊളിക്കാം, ഒക്ടോബർ 1 മുമ്പും പൊളിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആഘോഷിക്കാൻ മാത്രം വകുപ്പൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഈ വാദമാണ്. അതായത് ഈ കേസിൽപ്പെട്ടാൽ ഒരാൾ കുറ്റവാളിയാണെങ്കിൽ അയാളെ ശിക്ഷിക്കണം, മറ്റൊരാളെ ശിക്ഷിക്കരുത്. ഇതാണല്ലോ മുസ്ലിം പക്ഷത്തിൻ്റെ വാദം. എങ്കിൽ ഞാൻ പാകിസ്ഥാനിലെ കഥ പറയാം. പാകിസ്ഥാനിൽ ഒരു പെൺകുട്ടിയെ ഒരാൾ ബലാത്സംഗം ചെയ്തു. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും നടപടി? കേസെടുക്കും, അറസ്റ്റ് ചെയ്യും, വിചാരണ നടത്തും, ശിക്ഷിക്കും. ഇതാണ് പാകിസ്ഥാനിലും സംഭവിക്കുക എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയല്ല. പാകിസ്ഥാനിൽ സുപ്രീം കോടതിക്ക് പകരം വേറെ കോടതി ഉണ്ടാക്കാൻ പോവാ. സുപ്രീം കോടതി ജഡ്ജിയെ ചീഫ് ജസ്റ്റിസിൻ്റെ തല വെട്ടിയ 1 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ടോക്ക് ചെയ്തിരുന്നു. നമ്മുടെ പത്രങ്ങളൊന്നും ഇതൊന്നും നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കത്തില്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹെവനാണ്, സ്വർഗ്ഗമാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഒരു പെൺകുട്ടിയെ ഒരു നരാധവൻ ബലാത്സംഗം ചെയ്തു. നമ്മൾ പ്രതീക്ഷിക്കും പോലെ കോടതി, കേസ്, അറസ്റ്റ്, വിചാരണ, ജയിൽ, ശിക്ഷ ഒക്കെയാണല്ലേ? അതെ. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ പ്രതിയെയും വാദിയെയും ഇരയെയും കൂടെ ശരിയ കൗൺസിൽ, ശരീഅത്ത് നിയമപ്രകാരമുള്ള ശരിയ കൗൺസിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നീ ബലാത്സംഗം ചെയ്തു എന്ന് ഇരയായ പെൺകുട്ടി പറയുന്നു. ചെയ്യപ്പെട്ടു എന്നെ റേപ്പ് ചെയ്തെന്ന് പറയുന്നു. അപ്പം ഒരു ശിക്ഷ വിധിക്കുകയാണ്. എന്താണെന്ന് ശിക്ഷ എന്ന് പറയുന്നത്? നിങ്ങൾ ഓർക്കും ശരീഅത്ത് നിയമപ്രകാരം അവൻ്റെ ഏതെങ്കിലും ഭാഗം മുറിച്ച് കളയാനായിരിക്കും. അങ്ങനെയല്ല. ഉടനെ പറയുകയാണ്, ഇവൻ ചെയ്തത് ഗുരുതരമായ കുറ്റമാണ്. ഇവൻ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഇവനൊരു സഹോദരിയുണ്ട്. ആ സഹോദരിക്ക് 13 വയസ്സേ ഉള്ളൂ. ഈ റേപ്പ് ചെയ്യപ്പെട്ട ഇരയുടെ സഹോദരൻ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക. കോടതി ഞെട്ടിയ ശരിയ കോടതിയുടെ വിധിയാണ്, ശരിയ കൗൺസിലിൻ്റെ വിധി. അതായത് ഒരു പെൺകുട്ടിയെ ഒരു വൃത്തികെട്ടവൻ റേപ്പ് ചെയ്തു. അതിന് പകരം ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരൻ ഈ പ്രതിയുടെ പ്രായപൂർത്തിയാവാത്ത 13 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യണം. എങ്ങനെ ബലാത്സംഗം ചെയ്യണമെന്ന് അറിയാമോ? 40 പേരാണ് ശരിയ കൗൺസിലുള്ളത്. 40 പേരുടെ മുന്നിൽ വെച്ച്. കൊള്ളാം. എങ്ങനെയുണ്ട് പാകിസ്ഥാൻ? ഇതാണ് പാകിസ്ഥാൻ. ഇനി അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ശിക്ഷാവിധി നടപ്പായി. ആ 13 വയസ്സുള്ള പെൺകുട്ടി അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. അപ്പോൾ അല്ലയോ ഇന്ത്യയിലെ ഉലമക്കാരെ, ജമിയത്ത് ഉലമ ഹിന്ദുകാരെ, നിങ്ങൾ പറയുന്നത് എന്താ? ഒരാൾ കുറ്റം ചെയ്താൽ അയാളെയാണ് ശിക്ഷിക്കേണ്ടത്, അയാളുടെ ബന്ധുക്കളെയല്ല. ഇപ്പം നിങ്ങളുടെ സ്വർഗ്ഗഭൂമിയായ വാഗ്ദത്ത ഭൂമിയായ പാകിസ്ഥാനിൽ എന്താ നടക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലും ശരിയാ നിയമം വേണമെന്ന് പറയുന്നവരല്ലേ? അപ്പോൾ ഇന്ത്യയിലും നാളെ ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യമായി ശരിയ ഇവിടെ നടപ്പായാൽ ഇത്തരം വിധികളാണ് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, പാകിസ്ഥാൻ, നമ്മുടെ ഒരു കവിയുണ്ടല്ലോ, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ആൾ, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അദ്ദേഹം സുഷുപ്തിയിലാണ്. ഇനിയിപ്പം UP-യിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ കാശ്മീരിലോ എവിടെയെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അതും സംഭവിക്കാതിരിക്കട്ടെ, ഏതെങ്കിലും ഒരു ഹിന്ദു ഭീകരൻ ബലാത്സംഗം ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം സടകുടഞ്ഞെണീറ്റ് വരും. ഇപ്പം എന്തെങ്കിലും ഇച്ചിരി സടകുടച്ചിൽ കുറവാണ്. കൊഴിഞ്ഞു. കാരണം ഇടതുപക്ഷത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ല, വേറെ ആളുകളും ഉണ്ടല്ലോ, ഇദ്ദേഹം മാത്രമല്ലോ. പുള്ളിയുടെ പദവി കോപ്പി എഡിറ്റ് ടീച്ചർ, അതെ, അങ്ങനെയൊക്കെ കുറേ ആളുകളില്ലേ, സാഹിത്യ സാംസ്കാരിക നായകൾ. അപ്പോൾ എന്തുകൊട്ടെ, അപ്പോൾ ഇവരൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പാകിസ്ഥാനിലെ ഈ കാര്യം നമ്മൾ കേട്ടല്ലോ, ഇത് നമ്മുടെ പത്രത്തിൽ വാർത്തയാവാത്ത എന്താ?
നമ്മുടെ എല്ലാ ടോക്കിലും നമ്മൾ ചോദിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇത്തരം കൊടുക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകരോട് പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് ഈ വാർത്ത അറിയണമെങ്കിൽ നമ്മുടെ ടോക്ക് ഉണ്ട്. നമ്മുടെ ടോക്ക് ഉണ്ടല്ലോ. ഇത് പാകിസ്ഥാനിൽ നടന്നതാണ്. പാകിസ്ഥാനിൽ നടന്നത് ചില സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടാവാം, വടക്കേ ഇന്ത്യൻ പത്രങ്ങളിൽ വരുന്നുണ്ട്. കേരളത്തിലെ പത്രങ്ങളിൽ ഇതൊന്നും വരത്തില്ല. അപ്പോൾ നമ്മളിത് അത് നമ്മൾ മാത്രം ഇത് പറയുന്നത് കൊണ്ട് നമ്മളോട് ഭയങ്കര അസഹിഷ്ണുതയാണ്. ഇന്നലെ എന്നെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വിളിച്ചു. അദ്ദേഹം വിദ്യാർത്ഥിയാണ്, കണ്ണൂരിൽ നിന്നാണ്. അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു, എനിക്കിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഗസിയാബാദിലെ മൂത്രം കുടിപ്പിച്ച സംഭവമില്ലേ ജ്യൂസിനകത്ത്, ആ ടോക്ക് കണ്ടോ? അതിനകത്ത് അത് ഹിന്ദുക്കൾ കുടിച്ചു എന്ന് പറയുന്നതിൽ എന്താ യുക്തി? അപ്പോൾ ഞാൻ ആ പയ്യനെ വിളിച്ച് വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞു, ഈ വാർത്ത തെറ്റാണെന്നുള്ള അഭിപ്രായമുണ്ടോ? ഇല്ല, അത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ ആ വീഡിയോക്കൊപ്പം അവിടുത്തെ ACP ഈ കാര്യം പറയുന്ന വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, പത്രവാർത്തകൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന എല്ലാം വാലിഡ് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്. നമ്മൾ കെട്ടിച്ചമയ്ക്കുന്നൊന്നുമില്ല, രാവിലെ തള്ളുമാമന്മാർ വരുന്നതല്ല. കാരണം ഇവിടെ അസഹിഷ്ണുത കൊണ്ട് ഇങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ നമ്മളെ തെറി പറഞ്ഞിട്ട് 2 എണ്ണം തള്ളാൻ വന്നിരിക്കുന്നു. നമ്മൾ ഒരു വിഭാഗത്തോടുള്ള ശത്രുത കൊണ്ട് അതൊന്നുമല്ല. നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന വാർത്തകളാണ് പറയുന്നത്. ഇത്തരം വാർത്തകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ സ്റ്റുഡൻ്റാണ്, ചോദിച്ചു, അല്ല ഈ സംഭവം നടന്നില്ല എന്ന അഭിപ്രായമുണ്ട്. നടന്നു, അത് കണ്ടു, എനിക്ക് ബോധ്യം. പക്ഷെ അത് ഹിന്ദുക്കൾ മാത്രമാണ് കുടിച്ചത്, എന്താ മാർഗം? ഞാൻ പറഞ്ഞു, ആ വാർത്തയുടെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കടകളിൽ മറ്റ് മുസ്ലിം സമുദായക്കാർ പോകത്തില്ല. ഇനി ചെന്നാൽ തന്നെ അവർക്ക് കൊടുക്കുന്ന വേറെ ജ്യൂസ് എന്നാണ് പറയുന്നത്. ഇത് കുറേ ആളുകൾ, ലോക്കൽ ആളുകൾ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചതാണ്. പിടിച്ചപ്പോൾ ഒരു ക്യാൻ നിറയെ മൂത്രം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വാർത്തകളൊക്കെ സംഭവിക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ സച്ചിദാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, പാകിസ്ഥാനിലെ ലാഹോർ ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന്. അവിടെയാണ് ഒരു പാവപ്പെട്ട 13 വയസ്സുകാരിയെ 40 പേരുടെ മുന്നിൽ വെച്ച്, ഒന്ന് ആലോചിച്ചു, ആ പെൺകുട്ടിക്കുണ്ടായിരിക്കുന്ന മാനസിക ആഘാതം എന്തായിരിക്കും? ഒന്ന് ബലാത്സംഗത്തിന് ഇരയാവുന്നു, 40 ശരിയാ കൗൺസിൽ അംഗങ്ങൾ, അതുകൂടാതെ വേറെ ആരൊക്കെ ഉണ്ടാവും? അവരുടെ മുന്നിൽ വെച്ച് പരസ്യമായി ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന് പറയുന്ന നീതി, അത് നീതിയാണോ? കാട്ടുനീതി പോലുമല്ല, അല്ലേ? മൃഗങ്ങൾ പോലും ചെയ്യാറില്ല. അപ്പോൾ ഇതൊരു മതത്തിൻ്റെ പരിവേഷമണിഞ്ഞ് ശരിയാ നിയമപ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ പാകിസ്ഥാനിൽ, നമ്മുടെ വെളിപ്പാടൊക്കെ പാകിസ്ഥാനിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലം ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന് പറയുന്ന ഏഭ്യന്മാർ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുമായിട്ടുമുണ്ട്. ഇതാണ് ഒന്നാമത്തെ സംഭവം. ഒരു പാകിസ്ഥാൻ വാർത്ത കഴിഞ്ഞു. അപ്പം നമ്മുടെ ശരീഅത്ത് ഇവിടെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ചില മുസ്ലിം മതപണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ചുറ്റുമില്ലേ, നമ്മുടെ നാട്ടിലില്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടപ്പാക്കാൻ? അല്ല, ഇവിടെ ശരിയാ കൗൺസിൽ ഉണ്ടായി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരും കാഴ്ചക്കാരായിരിക്കും. കണ്ട് ആനന്ദിക്കാമല്ലോ. ശരിയാ കൗൺസിലൊക്കെ വരുന്ന ആളുകൾക്ക് ഒരുപാട് പ്രായമുള്ളവരാണ്. ഇപ്പം അവർക്കൊക്കെ കാണാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി ആയിരിക്കും. എന്തു ആവട്ടെ, അത് വിടാം. രണ്ടാമത്തെ വാർത്ത ഒരു ഇൻ്റർനാഷണൽ വാർത്തയാണ്. അത് നമ്മുടെ പത്രങ്ങളിലില്ല. കാരണം പാകിസ്ഥാനിലെയാണ്. പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് അറിയാമല്ലോ, പാകിസ്ഥാൻ വിമാന കമ്പനിയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവരുടെ വിമാനങ്ങൾ പോകുന്നുണ്ട്. വിമാനങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വിമാനത്തിൻ്റെ മുഖത്തെ ഫ്രണ്ടിലെ ഗ്ലാസ് ഡോർ തുറന്നിട്ട് പൈലറ്റ് തല പുറത്തേക്കിട്ട് അതിൻ്റെ ഗ്ലാസ് തുറക്കണം. കാരണം ക്ലീനിങ് സ്റ്റാഫ് ഇല്ല. കാരണം പാകിസ്ഥാനിൽ പട്ടിണിയും ദാരിദ്ര്യം അതിൻ്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. വിമാനമൊക്കെ പറന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ചെന്നാ ഭാഗ്യം, ചെന്നു തരത്തിൽ പോവുകയാണ്. പക്ഷേ ഇപ്പം സംഭവിച്ചങ്ങനെയല്ല. ചെന്നിലടിനടുത്തല്ല വിമാനം ചെല്ലുന്നത്. അതായത് ദുബായിൽ നിന്ന് ഒരു വിമാനം പുറപ്പെട്ടു. അത് പറന്ന് വന്ന് എവിടെ ഇറങ്ങി? പെഷവാറിൽ ഇറങ്ങി. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അല്ലേ? കുഴപ്പമുണ്ട്. അത് ഇറങ്ങേണ്ടിയിരുന്ന 1500 കിലോമീറ്റർ അപ്പുറത്ത് കറാച്ചിയിലായിരുന്നു. കറാച്ചി ഇറങ്ങേണ്ട വിമാനം പറന്നിറങ്ങിയത് പെഷവാറിൽ. ഈ വിമാനം ഓടിച്ചതാരാന്നറിയോ? അതാണ് അതിലും കേമം. അതായത് കറാച്ചിയിൽ ഇറക്കേണ്ട ഈ വിമാനം പെഷവാറിൽ കൊണ്ടിറക്കിയ മഹാനായ പൈലറ്റ് പാകിസ്ഥാൻ സൈന്യത്തിലെ ഏവിയേഷൻ കോപ്സ് അതിലെ വൈമാനികനായിരുന്നു. അവിടുന്ന് പെൻഷനായിട്ട് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിലേക്ക് വന്നതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിന് യൂറോപ്യൻ യൂണിയൻ അങ്ങ് വിലക്കേർപ്പെടുത്തി. ഇനി ഈ വിമാനം ഞങ്ങളുടെ നാട്ടിലോട്ട് വരണ്ട. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിനെ വിലക്കിയിരിക്കുന്നു. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് വിമാനം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട വിമാനം ഒരു സാങ്കേതിക തകരാറും ഇല്ലാതെ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കുന്നത്, ആളുകളെ ബന്ദികളാക്കുന്ന പോലെ കൊണ്ട് ഇറക്കുന്നതിന് എന്ന് പറയുന്ന പേരാണ് ഹൈജാക്കിംഗ്. ഈ വിമാനം, ദുബായിൽ നിന്നുള്ള ഈ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതിന് തുല്യമായ നടപടിയാണ് പൈലറ്റിൻ്റെ വിവരക്കേട് കൊണ്ട്, അല്ലെങ്കിൽ പൈലറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ഇറക്കി എന്നുള്ളത് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊണ്ടിറക്കിയത്
ചിന്തിക്കാൻ പറ്റുമോ? ലോകത്ത് ഏത് രാജ്യത്ത് ഇത് സംഭവിക്കും? എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും വിമാനത്തിൽ ആളുകൾ സഞ്ചരിക്കുന്നതൊക്കെ? 1500 കിലോമീറ്റർ ദൂരെ കൊണ്ടിറക്കുക എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ അത് മാത്രമല്ലല്ലോ. ഒരു വിമാനത്തിൻ്റെ നമ്മൾ റോഡിൽ പോകുന്ന വഴിക്ക് സൈൻ ബോർഡുകളും സിഗ്നലുകളൊന്നും വിമാനത്തിനില്ല. ഒരു യാത്രാപഥമുണ്ട്. ആ യാത്രാപഥത്തിലൂടെ വിമാനം സഞ്ചരിക്കാൻ സഹായിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളാണ്. അവർ കൊടുക്കുന്ന സിഗ്നൽസ്, അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വേണം വിമാനം പറക്കാൻ. അപ്പോൾ ഇയാൾ കറാച്ചിയിൽ ഇറക്കേണ്ട വിമാനം പെഷവാറിൽ ഇറക്കിയെങ്കിൽ കറാച്ചിയിൽ ഇറക്കാൻ വേണ്ടി എത്രയോ സിഗ്നലുകളിൽ എത്രയോ മെസ്സേജുകൾ ഇയാൾക്ക് പോയിട്ടുണ്ടാവാം. നിങ്ങൾ റൂട്ട് തെറ്റിയിരിക്കുന്നു, തിരിച്ചു വിടൂ, തിരിച്ചു വരൂ എന്നൊക്കെ പറയും. ഇതൊന്നും കേൾക്കാതെ ഈ വിമാനം 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള പെഷവാറിൽ ഇറക്കിയെങ്കിൽ അത് ഇന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് അത് വിമാനം തട്ടിക്കൊണ്ടുപോകലാണ്. കാരണം അബദ്ധമല്ല. കാരണം ഇത് വിമാനത്തിന് ഒരു സാങ്കേതിക തകരാറുമില്ല. വോയിസ് കോക്പിറ്റ് റെക്കോർഡൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാം ക്ലിയറാണ്. വിമാനത്തിൽ നിന്ന് കൃത്യമായി മെസ്സേജ് പോയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. മനഃപൂർവ്വം അല്ലേ, വിൽഫുള്ളി ഇയാൾ എന്ന് പറയുന്നു എയർ ട്രാഫിക് കൺട്രോളിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു. അപ്പോൾ എന്തായിരിക്കും ഇയാളുടെ ഉദ്ദേശം? അതിനി അന്വേഷണം തെളിയാനിരിക്കുക. അപ്പോൾ പാകിസ്ഥാൻ്റെ എയർലൈൻസിൻ്റെ, ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ വിമാനങ്ങളിൽ എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്യും? അപ്പോൾ വേറെ കാര്യമുണ്ടേ, വിമാനം പറപ്പിക്കുന്നവൻ പൈലറ്റാണ്, നല്ല വേഷമൊക്കെ ഉണ്ടാവും, ഒരു വലിയ എല്ലാവർക്കും ചോദിച്ചാൽ ഒരു ഗമയുള്ള ജോലിയൊക്കെ ഉണ്ടാവും. മാസാവസാനം തൊട്ട് കിട്ടുന്നുണ്ടാവത്തില്ല ജോലി എടുത്താൽ. ശമ്പളം കിട്ടാത്തതുകൊണ്ടോ അവനപ്പോൾ ഇരിക്കട്ടെ, നീ കറാച്ചി ഇറങ്ങണ്ടേ, എനിക്ക് ആ ശമ്പളം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിൻ്റെ വിമാനം പെഷവാറിൽ ഇറങ്ങട്ടെ, 1500 കിലോമീറ്റർ നീ എങ്ങനെയും പോ എന്ന് കരുതിയതാവും. ഏതായാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഇത്തരം വാർത്തകളാണ്. അപ്പോൾ നമ്മളെടുത്ത 2 വാർത്തകളും ഖേദകരമാണ്. ആദ്യത്തേത് അതിദയനീയമായൊരു വാർത്ത, നിർഭാഗ്യകരമായ വാർത്ത. രണ്ടാമത്തത് എങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുന്ന റേഡിയോ സിഗ്നൽസ്, എയർ ട്രാഫിക് കൺട്രോൾ സിഗ്നൽസ് അനുസരിച്ച് മാത്രം വിമാനം പറത്തിടുന്ന ഒരു പൈലറ്റ് അതെല്ലാം ലംഘിച്ച് മറ്റൊരു വിമാനത്താവളത്തിൽ തൊട്ടടുത്തുമല്ല 1500 കിലോമീറ്ററിന് അപ്പുറത്ത് കൊണ്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇത് അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി അതിനെ ആശങ്കയോടെ കാണുകയും യൂറോപ്യൻ യൂണിയൻ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ വാർത്തയും നമ്മുടെ പത്രത്തിലില്ല, നമ്മുടെ മാധ്യമങ്ങളിലില്ല. ശരിക്കും ഇതൊരു കൗതുക വാർത്തയായിട്ടെങ്കിലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ? കാരണം പാകിസ്ഥാന് വിഷമം ഉണ്ടാകുന്ന വാർത്ത കൊടുത്താൽ ഇവിടുത്തെ പാകിസ്ഥാൻ സന്തതികൾക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള ഒരു വാർത്തയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ABC മലയാളത്തിലല്ലാതെ ഒരു മാധ്യമത്തിലും വരത്തില്ല. അതുകൊണ്ട് വല്ലതൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.